ചരിത്രത്തിൽ ജൂതന് ആധിപത്യമുണ്ടായ ഒരു കാലം, ലോകതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആധിപത്യമുണ്ടായ ഒരു കാലം ഈ നൂറ്റാണ്ടിൽ മാത്രമാണ്. ജൂത സമൂഹം ബനൂ ഇസ്രായേൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പര, 3000 വർഷം പിന്നിടുന്ന സന്താന പരമ്പരയിൽ വലിയൊരു കാലയളവ് ലോകത്തിന്റെ മുമ്പിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഭരണകൂടം ജൂതന് സ്ഥാപിക്കാൻ കഴിഞ്ഞത്, സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞത് ഈ നൂറ്റാണ്ടിൽ മാത്രമാണ്. അവരുടെ ചരിത്രത്തിൽ സമാനത പറയാൻ കഴിയുന്ന 2 ഭരണകൂടം കഴിഞ്ഞിട്ടുണ്ട്. അവർ അവരുടേതെന്ന് വിശ്വസിക്കുന്നു, പരിശുദ്ധ ഇസ്ലാമിന്റെ ഭരണമായിരുന്നു. എന്നാൽ അവർ അവരുടേത് എന്ന് വ്യാജ വാർത്തകളിലൂടെ അല്ലെങ്കിൽ കൈകടത്തലുകൾ നടത്തിയ ഗ്രന്ഥങ്ങളുടെ ശകലങ്ങൾ പിടിച്ചുകൊണ്ട് അവരുടേതായിരുന്നു അവർ വിശ്വസിക്കുന്ന 2 കാലം. ഈ ചരിത്രമൊക്കെ പരതി കഴിഞ്ഞാൽ അവർ എക്കാലവും പരസ്പരം ബദ്ധവൈരികളാണ്. ഈ ബദ്ധവൈരികളായ 2 സമൂഹമാണ് ക്രൈസ്തവ സമൂഹവും ജൂതനും. എന്താണ് അവർ തമ്മിലുള്ള പ്രശ്നത്തിന്റെ കാരണം? അടിസ്ഥാന കാരണമുണ്ട്. ജൂതനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സങ്കുചിതമായൊരു വംശീയ ബോധമുണ്ട്. ആ വംശീയത എന്ന് പറഞ്ഞാൽ മനുഷ്യരായിട്ടുള്ളവർ നമ്മൾ മാത്രമാണ്. ഒരു ജൂതന് തുല്യമായി 1000 മനുഷ്യർ വരൂല എന്നാണ്. അത് ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള ജൂതനല്ലാത്ത മറ്റ് മുഴുവൻ മനുഷ്യരും 1000 പേര് കൊല്ലപ്പെട്ടാൽ ഒരു ജൂതന്റെ രക്തത്തിന് സമമാകുന്നില്ല എന്നാണ് ജൂതൻ വിശ്വസിക്കുക. ഈ പൊളിറ്റിക്കൽ സിയോണിസം വിശ്വസിക്കുക. അത്രയും പവിത്രമാണ് ഞങ്ങളുടെ രക്തം എന്നാണ് സിയോണിസം വിശ്വസിക്കുക. അതുകൊണ്ടാണ് ഒരു ജൂതൻ വധിക്കപ്പെട്ടാൽ അതിന് പ്രതികാരമായി 1000കണക്കിന് നിരപരാധികളെ അറുകൊല ചെയ്യുമ്പോൾ അവർ പറയാ, ഒരു ജൂതന്റെ രക്തത്തിന് തുല്യം 1000കണക്കിന് മറ്റുള്ളവരെ കൊല്ലണം എന്നാണ് അവർ പറയാ. അതാണ് അവർ ആ രൂപത്തിൽ. അത് പിഞ്ചു കുഞ്ഞുങ്ങളെ, പിഞ്ചു പൈതങ്ങളെയാണ് അവർ ആദ്യം അറുകൊല ചെയ്യുക. പിഞ്ചു പൈതങ്ങളെ അറുകൊല ചെയ്യുമ്പോൾ ഇറാൻ യുദ്ധത്തിലാകട്ടെ, ഗാസ യുദ്ധത്തിലാകട്ടെ, ഫലസ്തീന്റെ യുദ്ധത്തിലാകട്ടെ, ലോകത്തിന്റെ എവിടെയെല്ലാം സിയോണിസം യുദ്ധം ചെയ്തോ അവിടങ്ങളിലെല്ലാം യുദ്ധം തുടങ്ങുമ്പോൾ സിയോണിസവും പൊളിറ്റിക്കൽ സിയോണിസത്തിന് സ്വാധീനമുള്ള അമേരിക്കൻ സൈനിസവും യുദ്ധം ചെയ്തത് എവിടെയെല്ലാം ഉണ്ടോ അവർ കുട്ടികളെ കൊലപ്പെടുത്തിക്കൊണ്ടാണ് യുദ്ധം തുടങ്ങിയത്. കുട്ടികളെ വധിച്ചുകൊണ്ടാണ് യുദ്ധത്തിന്റെ അക്രമ സ്വഭാവം ഒരു ലോകത്തോട് കാണിച്ചത്. നിരപരാധികളായ സ്ത്രീകളെ കൊന്നൊടുക്കിക്കൊണ്ടാണ്, സാധുക്കളായ വൃദ്ധജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടാണ്. എന്തേ അതിനുള്ള കാരണം? അവർ വിശ്വസിക്കുന്നത് നാം ആരും വിശ്വസിക്കുന്ന ദൈവവിശ്വാസങ്ങളിലെല്ലാം. മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന അല്ലാഹു, മറ്റ് മതസ്ഥർ വിശ്വസിക്കുന്ന അവരുടെ വിശ്വാസം അനുസരിച്ച് ഓരോ വിശ്വാസങ്ങൾ, ഈ വിശ്വാസങ്ങളിൽ ഒന്നുമല്ല അവർ വിശ്വസിക്കുക. പൊളിറ്റിക്കൽ സിയോണിസത്തിന് ദൈവവിശ്വാസമേ ഇല്ല. അവർ വിശ്വസിക്കുന്നത് ബഅൽ എന്ന് പറയുന്ന ഒരു വിഗ്രഹത്തെയാണ്. പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. നമ്രൂദിന്റെ കാലം, ഇബ്രാഹിം നബിയുടെ എതിരാളിയായിരുന്ന നമ്രൂദിന്റെ കാലഘട്ടത്തിൽ അന്ന് ലോകത്തുണ്ടായിരുന്ന അക്രമിയായ ഒരു സമൂഹം, ആ സമൂഹം ആരാധിച്ചിരുന്ന ഒരു വിഗ്രഹമുണ്ട്. ബഅൽ എന്നാണ് ആ വിഗ്രഹത്തിന്റെ പേര്, ദൈവത്തിന്റെ പേര്. ആ ബഅൽ എന്ന ദൈവത്തിനെയാണ് ഇവർ പൂജിക്കുക.